വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഞാനൊരു പരിഹാരം പറയട്ടെ. തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോവാനാ എന്റെ തീരുമാനം. വെറുതെ വായി തോന്നൊന്നും വിളിച്ചു പറയരുത്. ഈ ഗ്രാമം വിട്ട് ഇതുവരെ പുറത്തു പോകാത്ത ആളാ. തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്യാൻ പോകുന്നു പോലും. വേഗം ഭക്ഷണം കഴിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ലക്ഷ്മി, ഇവൾക്ക് ഭക്ഷണം കൊടുക്ക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ രാജുവേട്ടനെ കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ ജോലി ശരിയായിട്ടുണ്ട്. നാളെ തന്നെ അവിടേക്ക് ജോലിക്ക് ചേരാമെന്ന് രാജുവേട്ടൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നീ എന്തോ തമാശക്ക് പറയുവാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. നാളെ തന്നെ ജോലിക്ക് പോവാണെന്നൊക്കെ പറഞ്ഞ നിനക്ക് പുറം ലോകത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാവോടി? ജോലിക്ക് പോകുന്ന ഒരാളെ കണ്ടില്ലേ? അതിന്റെ ഒരാവശ്യവും ഇല്ല. ദേ, ഇവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ. വേണ്ട മോളെ, കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും നമുക്കോട് ഒരുമിച്ച് കഴിയാം. കാശിന്റെ പുറകെ ഓടാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ അതിനു മാത്രമേ സമയമുണ്ടാവൂ. മനസ്സമാധാനം നഷ്ടപ്പെടും മോളെ. ഞാൻ പാറു, നീ എന്തിനാ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നീയില്ലാതെ ഞങ്ങൾക്ക് മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പോലും പറ്റില്ല. ടൗണിലെ ജീവിതം നീ വിചാരിക്കുന്ന പോലല്ല മോളെ. അവിടെയുള്ളവരെല്ലാം സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് കാശുണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. നിന്നെ കൊണ്ട് അവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല മോളെ. നിന്നെ എങ്ങോട്ട് അയച്ചിട്ട് ഞങ്ങൾക്കിവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. വേണ്ട മോളെ. അച്ഛനല്ലേ പറയാറുള്ളത് എനിക്ക് ആൺകുട്ടികളുടെ ധൈര്യമാണെന്ന്? എന്നിട്ടാണോ അച്ഛൻ എന്റെ മേലെ വിശ്വാസം കാണിക്കാത്തത്? നടേശമാമ സംസാരിച്ചത് അച്ഛന് ഓർമ്മയില്ലേ? കാശില്ലാതെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റില്ല. ഇത്ര കാലം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങളെ വളർത്തിയത്. ഇപ്പോ നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയില് ഞാൻ വേണ്ടേ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ? ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് മതി. നമ്മുടെ കടമെല്ലാം തിരിച്ചടച്ച് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. എന്നെ തടയരുത് അച്ഛാ. എന്നെ കാരണമാക്കി കാണിച്ച് നീ ദൂരെ എവിടെയോ പോയി കഷ്ടപ്പെടുന്നത് കണ്ട് ഞാൻ കയ്യും കെട്ടി ഇരിക്കുന്നാണോ നീ കരുതുന്നത്? നീ എങ്ങോട്ടും പോകണ്ട. നിന്റെ മൂത്തത് ഞാനാ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. കിട്ടുന്ന ജോലികൾ മുഴുവൻ ഞാൻ ചെയ്യും. എങ്ങനെയെങ്കിലും കടം തിരിച്ചടക്കുകയും ചെയ്യും. നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. അതിനുവേണ്ടി നീ വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. ദേഷ്യപ്പെടല്ലേ ചേച്ചി. ഞാൻ ജോലിക്ക് പോവാൻ കാരണക്കാരി ചേച്ചി അല്ല. ഈ വീടും പറമ്പും എല്ലാം പണയത്തില്ല. ചേച്ചിയും അമ്മയെപ്പോലെ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? അത് കണ്ടിട്ടും ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? ഞാൻ അറിയാത്ത പണിക്കൊന്നും അല്ലല്ലോ പോകുന്നത്. തുണി തയ്ക്കുന്ന ജോലിക്കല്ലേ. എത്ര കാലം എന്ന് വിചാരിച്ച ഇങ്ങനെ പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ജീവിക്കുന്നത്? ടൗണിൽ പോയി എനിക്കും കുറച്ച് വിവരം വെക്കുന്നത് നല്ലതല്ലേ? ഈ വീടും പറമ്പും നമുക്ക് തിരിച്ചു പിടിക്കണം. ചേച്ചിയുടെ കല്യാണം നടത്തണം. അച്ഛനും അമ്മയ്ക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം. അതിന് ഞാൻ എത്ര ബുദ്ധിമുട്ടാനും തയ്യാറാ. ഇവൾ എന്തൊക്കെയാ പറയുന്നേ? എന്തൊക്കെയാ പറയുന്നത് കേൾക്കുന്നില്ലേ? വെറുതെ കേട്ട് നിൽക്കാതെ പോകണ്ടെന്ന് അവളോട് പറ.
ജനൻ ചേട്ടാ, നല്ല സമയത്താ താൻ വന്നത്. താൻ എന്തിനാടോ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഇന്ന് അകറ്റാൻ ശ്രമിക്കുന്നത്? പാറുവിന് ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. ഇവൾക്ക് ഇവളുടെ അച്ഛനും അമ്മയും ഈ നാട്ടിൽ തലയുയർത്തി ജീവിക്കുന്നത് കാണണമെന്നാണ് ആഗ്രഹം. അത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തു. അതിലിപ്പം എന്താ ദേവികമ്മ തെറ്റ്? നിനക്ക് അവളെ കുറിച്ചൊന്നും അറിയില്ല രാജു. ഇവൾക്ക് ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ല. തിരുവനന്തപുരത്ത് പോയി ഒറ്റയ്ക്ക് ജീവിക്കുന്നു എന്ന് പറയുന്നത് ഇവക്ക് അങ്ങോട്ട് എളുപ്പത്തിൽ പറയാം. ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? നിന്റെ മകളാണെങ്കിൽ ഇങ്ങനെ നീ ജോലിക്ക് വിടുവോ? ഉറപ്പായും വിടും. ദേവികമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ നാട് വിട്ടുപോയി കൈ നിറയെ സമ്പാദിക്കുന്നത് സാധാരണ അല്ലേ? ഈ ലോകത്ത് എത്ര പെൺകുട്ടികളാ സ്വന്തമായിട്ട് ജോലി ചെയ്ത് കുടുംബം നോക്കുന്നതെന്നറിയോ? ഈ നാട്ടിലെ പല വീടുകളിലും ചെലവ് നടക്കുന്നത് പുറം നാട്ടിൽ കഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ സമ്പാദ്യത്തിലാണ്. ഈ കഷ്ടപ്പാടെന്ന് പറയുന്നത് ആണിനും പെണ്ണിനും വേറെ വേറെ അല്ല. കുടുംബത്തിനു വേണ്ടി ജോലിക്ക് പോകണമെന്നാണ് ഇവൾ ആഗ്രഹിക്കുന്നത്. ഇവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയല്ലേ വേണ്ടത്? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എന്റെ മകളെ പറഞ്ഞു വിടില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാ. മോള് പറഞ്ഞതാ ശരി. അവള് ജോലിക്ക് പോട്ടെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? വേണ്ട ദേവകി, അവളെ തടയണ്ട. കാശിന് വേണ്ടിയല്ല, ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കാനെങ്കിലും അവള് ജോലിക്ക് പോട്ടെ. ആൺകുട്ടിയും പെൺകുട്ടിയും എന്ന വേർതിരിവൊന്നും എനിക്കില്ല. എന്റെ മോക്ക് കഴിവുണ്ടെങ്കിൽ അവൾ ജീവിതത്തിൽ മുന്നേറും. നീ പൊയ്ക്കോ മോളെ, അച്ഛൻ എന്നോടൊപ്പമുണ്ട്. മോള് ധൈര്യമായിട്ട് പൊയ്ക്കോ. ചേട്ടൻ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് എനിക്കറിയായിരുന്നു. പാറുവിനെ നാളെ തന്നെ വണ്ടി കയറ്റി വിട്ടോളും. അവിടെ അവളെ നോക്കാൻ ഞാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇപ്പൊ നിനക്ക് സന്തോഷമായോ മോളെ? മോള് പോയി തുണിയെല്ലാം എടുത്തു വെക്ക്. മോളെ, ഇവളെ ഒന്ന് സഹായിക്കേ. അച്ഛാ, അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ? ഞാൻ പോയി കഴിഞ്ഞാ പിന്നെ എപ്പോഴാ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാന്ന് അറിയില്ലല്ലോ. ഇങ്ങതാ. വേണ്ട, ഇന്നൊരു ദിവസം ഞാൻ അവക്ക് വാരി കൊടുക്കട്ടെ.